തെലുങ്കിലെയും തമിഴിലെയും പലതരം അപരാധങ്ങൾക്ക് ശേഷം വന്ന കാജൽ അഗർവാളിൻ്റെ അടുത്ത അപരാധമാണ് സീത. ഇതൊരു ലവ് സ്റ്റോറിയാണോ അതോ MLM ബിസിനസ് ആണോ എന്നുള്ള രീതിയിലാണ് കഥ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പടം തുടങ്ങുന്നത് അഹങ്കാരിയായ നായിക കാജൽ അഗർവാളിനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരിയാണ് സീത. കുറെ ആളുകളുടെ സ്ഥലം തട്ടിയെടുത്തിട്ട് നായിക സ്വയം പൊക്കിയടിക്കും. എന്റെ പേര് സീത, ഞാൻ വരച്ചവരാരും താണ്ടരുത്, ഈ ലാൻഡ് ഞാൻ വാങ്ങിയിരിക്കുക. ഇതൊക്കെ കേട്ടു നിന്ന ആളുകൾ സീതയെ ശപിച്ചു മുടിച്ചു വിടും. ഒരു ദിവസം നീയും ഞങ്ങളെ പോലെ ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് ബിസിനസ്സിന് ക്യാഷ് ആവശ്യമായിട്ട് വന്നപ്പോൾ ചേച്ചി ഒരാളെ പോയി കാണും. അതാണ് പടത്തിലെ രാവണൻ. പക്ഷേ പൈസ വേണമെങ്കിൽ രാവണന്റെ കൂടെ 1 മാസം താമസിക്കണമെന്ന എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടാണ് ഇവൾ ആ പൈസ വാങ്ങുക. പക്ഷേ കാര്യം കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറഞ്ഞു പോയ സീതേച്ചിയെ രാവണൻ വലവീശി പിടിച്ച് കോമ്പൻസേഷൻ അങ്ങോട്ട് ചോദിക്കും. പക്ഷേ സീത രാവണനെ ഊക്കിവിടും. അങ്ങനെ ഈ ഊക്കെല്ലാം മേടിച്ചിട്ട് ഈ ചങ്ങായി നായികയുമായി ബന്ധമുള്ള എല്ലാരെയും ക്യാഷ് കൊടുത്ത് സ്വാധീനിക്കും. രൂപനോട്ട് ഇത് കയ്യിൽ വെച്ച് ഈ കാശ് വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ. അയ്യേ, എന്തുവാ ഇത്? കൈരളിയാണോ ഇതൊക്കെ ഡബ് ചെയ്തത്? ഞാനും ജപ്പാൻ യോജിച്ചു പോകുന്നു തോന്നുന്നു. അങ്ങനെ ഈ ചങ്ങായി നായികക്കിട്ട് പണി കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് അവളുടെ അച്ഛൻ വടിയാകുന്നത്. പക്ഷെ എന്തൊക്കെ ആയാലെന്താ, അച്ഛൻ മരിച്ചാലും എനിക്ക് സ്വത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നായിക ഈ അവസരവും മുതലെടുക്കും. അങ്ങനെ 5000 കോടി കെട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് സ്വത്ത് ചോദിക്കാൻ വലിഞ്ഞേറി പോയപ്പോഴാണ് ആ സത്യം ഇവൾ മനസ്സിലാക്കുന്നത്. സ്വത്തെല്ലാം അവളുടെ മുറച്ചെറുക്കന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന്. പിന്നെ അതായിരിക്കണമല്ലോ രാമൻ. പിന്നെ നേരെ കഥ രാമന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ സ്വത്തുപോയി പ്രാന്തളകി സീത രാമനെ കാണാൻ പോയപ്പോൾ രാമൻ ഇവളെ നേരെ തൂക്കി ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ഷോക്കേഴ്സ് അങ്ങോട്ട് തുറന്ന് കാണിക്കും. ഇത് നീ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇട്ട ഗൗണാണ്. ഓഹോ, ഇതൊന്നും നിനക്ക് അറിയില്ലല്ലേ, ഇതൊക്കെ അമ്മാവൻ അയച്ചു തന്നതാണ്. സംഗതി ഇത്രേ ഉള്ളൂ. തെക്കോട്ടെടുത്ത ഇവളുടെ തന്തപ്പടിയുടെ മെയിൻ പണിയായിരുന്നു ഇവളുടെ ഓരോ സാധനങ്ങളും പാഴ്സൽ ചെയ്ത് ഇവിടേക്ക് അയക്കുക എന്നുള്ളത്. ഇതിനിടെ ഡ്രസ്സിന്റെ ബട്ടൺ ഓപ്പൺ ആയി കിടന്നതുകൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാനും നമ്മുടെ രാമൻ മറന്നില്ല. പിന്നെ സ്വത്തെല്ലാം അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് സീത രാമനെയും കൊണ്ട് നാട്ടിലേക്ക് വരും. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇവനൊരു സൈക്കോ ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. ഈ ചങ്ങായിക്കാണെങ്കിൽ 10-20 ആകുമ്പോൾ ചായ വേണം. ചായ കിട്ടിയില്ലെങ്കിൽ ഇവൻ പോകും. എനിക്ക് ചായ വേണം, എനിക്ക് ചായ വേണം, ചായ വേണം. അങ്ങനെ ചായ വേണം എന്നൊക്കെ പറഞ്ഞ് കാറിൽ കിടന്ന് കച്ചറുണ്ടാക്കി ഒരു കോഫി ഷോപ്പിൽ ചെന്ന് ചായ കുടിക്കുമ്പോൾ കുറെ എണ്ണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഇവരുടെ വക കുറെ വെറുപ്പിക്കലുണ്ട്. ചേട്ടാ, അവിടെ ചേട്ടനുണ്ട്, ഈ സൈഡ് ഞാനോ ഇവിടെയുണ്ട്. ജിൽ 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 ജിലേബി റാണി. ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ 2-3 ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. അങ്ങനെ ഈ വെറുപ്പിക്കലെല്ലാം കഴിഞ്ഞ് രാമനെയും കൊണ്ട് സീത റോഡിലൂടെ വരാമെന്ന് വിചാരിക്കുമ്പോൾ ഈ രാവണൻ റോഡ് ബ്ലോക്ക് ആക്കും. പിന്നെ ബസ്സിൽ വരുമ്പോഴുണ്ടടാ കൂടെ ഇരിക്കാൻ സ്ഥലമില്ലെന്നും പറഞ്ഞ് കണ്ടക്ടറിന്റെ സീറ്റും പിഴുതെടുത്ത ഈ വകതിരിവില്ലാത്ത സൈക്കോ ബസിന്റെ ഗിയർ കൂടി പിഴുതെടുക്കും. ഇതോടെ ഇവരെ ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. എന്നെ കുത്തുപാടെടുപ്പിക്കാനാണോടാ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സീനിൽ ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ രാമൻ കുറച്ച് വിരളി പിടിച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് ഇടും. ഇതെല്ലാം കണ്ടു നിന്ന സീത ഒരു ഉമ്മ കൊടുത്താൽ ഇതെല്ലാം തീരുമല്ലോ എന്ന് വിചാരിച്ച് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ആ ഉമ്മയും വാങ്ങിയിട്ട് വീണ്ടും ഇവൻ കിടന്ന് വിരളി ഇളകും. അവസാനം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് നാട്ടിലെത്തിയ ഇവർ ഒരു റൂം എടുത്ത് ഫ്രഷ് ആകുന്ന സമയം 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ കഴിയാത്ത നമ്മുടെ രാമൻ ബാത്റൂമിന്റെ വാതിലും ചവിട്ടി പൊളിച്ച് കാര്യം സാധിക്കും. എന്താടാ ഇത്? ഏത് ജീവിയാടാ ഇത്? ഒരുപക്ഷെ നായകൻ വീണ്ടും വീണ്ടും സൈക്കോ ആണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാകും. പിന്നെ സ്വത്തെല്ലാം സ്വന്തം പേരിലാക്കണമല്ലോ. അതിനുവേണ്ടി ഇവർ ബാങ്കിലേക്ക് പോയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഈ ചങ്ങായിക്ക് ഒപ്പിടാൻ പറ്റില്ലത്ര. കാരണം ഇവന്റെ അമ്മാവൻ ഒപ്പിടാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഓ, ഈ ഒപ്പിടാൻ പറ്റാത്ത വെടലനെയാണോ വണ്ടിക്കൂലിയും കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ബൾബ് കത്തിയിട്ട് ഒരു കല്യാണം അങ്ങോട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് അമ്പലത്തിൽ പോയി ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങിയിട്ട് അത് കിട്ടിയപ്പോൾ നമ്മുടെ സീത അവനെ പറഞ്ഞു പറ്റിച്ച് ബാങ്കിലേക്ക് പോകുമ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ബാങ്കും അവളെ ഊക്കി വിടും.
ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. പിന്നെ അടുത്ത സീനിൽ കോടതിയിൽ പോയി കേസ് വാദിക്കാൻ വേണ്ടി കുറെ വക്കീലിനെ തപ്പി കിട്ടാതെ മൂഞ്ചി തെറ്റി ഇരിക്കുമ്പോൾ കുറെ ലോ പോയിന്റും പറഞ്ഞ് നമ്മുടെ രാമൻ വരും. പക്ഷേ വാദം തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞ് മോങ്ങിയ രാമനെ എല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കുന്നത് കണ്ട സീത ചായ എടുത്ത് ഇവന്റെ മുഖത്തൊഴിക്കും. ചായ വേണമല്ലേ? ഇതാ. ചായ കുടിച്ചില്ലെങ്കിൽ ചത്തുപോവില്ലേ? ഇതാ ചത്തുകൂടെ നിനക്ക്. നീ കാരണം എന്റെ ടോട്ടൽ ലൈഫ് സ്പോയിൽ ആയത്. നമ്മളെപ്പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കൃത്യസമയത്ത് ചായ കിട്ടി ചാർജായ ഈ വെടലൻ ഒരു കണക്കിന് കേസ് വാദിച്ച് ജയിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ രാവണൻ, അതായത് പടത്തിലെ വില്ലൻ, ആളെ വിട്ട് രാമനെ തല്ലിച്ചതയ്ക്കും. അങ്ങനെ രാമനെ അടിച്ച് അവശനാക്കി വെടിവെച്ചിട്ട് വലിച്ചഴിച്ച് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകും. വെടികൊണ്ട് ചത്തു എന്ന് നമ്മൾ വിചാരിച്ച ഈ വെടലൻ എന്നിട്ട് അവിടെയുള്ളവരെല്ലാം അടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കിയ ഗ്യാപ്പിൽ 2 വെടി കൂടി രാവണൻ രാമനിട്ട് വയ്ക്കും. അങ്ങനെ ഇത്രയും വെടിയെല്ലാം കൊണ്ടിട്ട് ഞാൻ ചത്തിട്ടില്ല എന്നും പറഞ്ഞ് സീതയും കൂടി ടെറസിൽ നിന്ന് ചാടാൻ രാമൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ചാടുന്ന ഗ്യാപ്പിൽ സീതയ്ക്കൊന്നും പറ്റണ്ട എന്ന് കരുതി നമ്മുടെ രാമൻ നേരെ ചെന്ന് കാറിന്റെ മേലേക്ക് വീഴും. എന്നിട്ട് രാമനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ രാവണൻ ഇവരെ ഇടിച്ച് എയറിലാക്കി രണ്ട് സൈഡിലേക്ക് ചെന്ന് വീഴും. പിന്നെ കുറെ നേരം കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് സീത രാമൻ മരിച്ച കാര്യം മനസ്സിലാക്കുന്നത്. പിന്നെ 3 ബുള്ളറ്റും കൊണ്ട് ടെറസിൽ നിന്ന് വീണിട്ട് ജീവനോടെ ഇരിക്കാനായിട്ട് ഇവനാരോ ചിരഞ്ജീവിയോ. പക്ഷേ ഇവിടെയാണ് കൊല ട്വിസ്റ്റ്. സംഗതി രാമൻ മരിച്ചിട്ടില്ല അത്രേ, ഈ സന്യാസിമാർ കള്ളം പറഞ്ഞതാ. പിന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടും, ഉടനെ തന്നെ കല്യാണം കഴിക്കും. അവസാനം ഇവരെ തേടി എത്തിയ രാവണൻ സീതയെ വീണ്ടും തട്ടിക്കൊണ്ടു പോകാനിരുന്ന ഗ്യാപ്പിൽ രാവണന്റെ ഭാര്യ പുറകിലൂടെ വന്ന് രാവണനെ വെടിവെച്ചിടും. പുരാണങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എടുത്ത് നല്ല അപരാധമാക്കി ഈ പടം എടുത്തു വെച്ചിട്ടുണ്ട്. പുരാണത്തിൽ പോലും ഇത്രയും ഗതികെട്ട ഒരു രാവണനെ ഞാൻ കണ്ടിട്ടില്ല.